നമസ്കാരം. ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും പ്രിയ സുഹൃത്ത് അമീറും ഇന്ന് എത്തിയിട്ടുള്ളത് അട്ടപ്പാടിയിലാണ്. പ്രകൃതി മനോഹാരിത തുളുമ്പി നിൽക്കുന്ന അട്ടപ്പാടിയുടെ സൗന്ദര്യം നിങ്ങളെ കഴിയുന്ന രീതിയിൽ കുറച്ചൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനാണ് ശ്രമിക്കുന്നത്. നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെയാണ് കോടയൊക്കെ തലയിൽ വെച്ചിട്ട് നിൽക്കുന്നത്. പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കോട ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അട്ടപ്പാടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഒരു ദിവസമോ 2 ദിവസം 3 ദിവസം കൊണ്ട് കഴിയുന്നതല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഏതെല്ലാം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ട് ഇതുവരെ ഒരു പ്ലാൻ ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ആളുകളോടൊക്കെ ലോക്കൽസിനോടൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇവിടെ ഏതെല്ലാം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നുള്ളത് നമ്മൾ ചാർട്ട് ചെയ്തിട്ട് അതിനുശേഷം കൃത്യമായിട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് അട്ടപ്പാടിയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യാനുണ്ട്. അപ്പോൾ തുടർന്ന് നമ്മുടെ ചാനലിൽ വീഡിയോസുകൾ അട്ടപ്പാടിയുടെ മനോഹാരിത നിറഞ്ഞിട്ടുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അട്ടപ്പാടിയുടെ ചെറിയ കുറച്ച് കാഴ്ചകളുമായിട്ട്. പശ്ചിമഘട്ടത്തിലെ ശാന്തമായ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന അട്ടപ്പാടി കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ശാന്തവും മനോഹരവുമായ ഒരു പ്രദേശമാണ്. പച്ചപ്പ്, കുന്നിൻ പ്രദേശങ്ങൾ, സമ്പന്നമായ ഗോത്ര സംസ്കാരം, ജൈവ വൈവിധ്യം എന്നിവയാൽ ഈ മനോഹരമായ താഴ്വര അറിയപ്പെടുന്നു. ഏകദേശം 745 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന അട്ടപ്പാടി പ്രകൃതി സൗന്ദര്യത്തിന്റെയും സാംസ്കാരിക സമ്പന്നതയുടെയും സവിശേഷമായ ഒരു സംയോജനം പ്രദാനം ചെയ്യുന്നുണ്ട്. ഇത് പരിസ്ഥിതി ടൂറിസത്തിനും സാംസ്കാരിക പരിവേഷണത്തിനും അനുയോജ്യമായ ഒരിടമായി അട്ടപ്പാടിയെ മാറ്റുന്നു. ഇടതൂർന്ന വനങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, തിളങ്ങുന്ന നദികൾ എന്നിവയാൽ സവിശേഷമായ അതിമനോഹര പ്രകൃതി ദൃശ്യങ്ങളാൽ അട്ടപ്പാടി അനുഗ്രഹീതമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭവാനി നദി അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത്. ഇത് ഈ താഴ്വരയുടെ മനോഹാരിതയെ കുറച്ചൊന്നുമല്ല വർദ്ധിപ്പിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 750 മുതൽ 2200 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വർഷം മുഴുവനും തണുത്തതും മനോഹരവുമായ കാലാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്. അട്ടപ്പാടിയിലെ കുന്നുകൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും മുളങ്കാടുകളും പുൽമേടുകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നതാണ്. മീൻവല്ലം വെള്ളച്ചാട്ടം, ശിരുവാണി വെള്ളച്ചാട്ടം തുടങ്ങിയ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഈ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇവ പിക്നിക്കുകൾക്കും നാച്ചുറൽ വാക്കിനും പേരുകെട്ട സ്ഥലങ്ങളാണ്. മണ്ണാർക്കാട് നിന്നും വളരെ മോശമായ വഴികൾ പിന്നിട്ട് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ മുന്നിലേക്കുള്ള ചുരവും കാട്ടിലൂടെയുള്ള യാത്രയുമാണ് ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സാഹസികവും പ്രകൃതി മനോഹാരിത വേണ്ടുവോളം ആസ്വദിക്കാവുന്നതുമായ നിരവധിയായ അവസരങ്ങൾ അട്ടപ്പാടി നമുക്കായി ഒരുക്കി തരുന്നുണ്ട്. നിബിഡ വനങ്ങളിലൂടെയും കുന്നുകളിലൂടെയും കടന്നുപോകുന്ന നിരവധി പാതകൾ, പ്രകൃതിയുടെ അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ട്രെക്കിംഗ് ഇവിടം സന്ദർശിക്കുന്നവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമാണ്. അട്ടപ്പാടിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മല്ലീശ്വര കൊടുമുടിയിലേക്കുള്ള ട്രെക്കിംഗ് ഒരു പ്രത്യേക അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. ചുറ്റുമുള്ള താഴ്വരകളുടെയും കുന്നുകളുടെയും വിശാലമായ കാഴ്ചകൾ ഇവിടെ നിന്നും ആസ്വദിക്കാൻ കഴിയും. പക്ഷി നിരീക്ഷണം, ക്യാമ്പിംഗ്, ഭവാനി നദിയിലെ റിവർ റാഫ്റ്റിംഗ് എന്നിവയാണ് മറ്റു വിനോദങ്ങൾ. പ്രദേശത്തിന്റെ സമ്പന്നമായ ജൈവവൈവിധ്യം നാച്ചുറൽ വാക്കിങ്ങിനും വന്യജീവി ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമായ സ്ഥലമാക്കി അട്ടപ്പാടിയെ മാറ്റുന്നു. ഇരുളർ, മുടുക, കുറുമ്പ എന്നിവയുൾപ്പെടെ നിരവധി ആദിവാസി ഗോത്ര സമൂഹങ്ങൾ വസിക്കുന്ന ഇടം കൂടിയാണ് അട്ടപ്പാടി. തലമുറകളായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചു വരുന്ന ഈ ഗോത്രങ്ങൾ അവരുടെ തനതായ സംസ്കാരം, പാരമ്പര്യങ്ങൾ, ജീവിത രീതി എന്നിവ ഇന്നും സംരക്ഷിച്ചു പോരുന്നു. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾ അവരുടെ ആചാരങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഉത്സവങ്ങൾ, പരമ്പരാഗത സംഗീതം, നൃത്തം, പ്രത്യേകതരം കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്.
അട്ടപ്പാടിയിലേക്കുള്ള സന്ദർശകർക്ക് ആദിവാസി സമൂഹങ്ങളുമായി ഇടപഴകുന്നതിലൂടെയും അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയും അവരുടെ പരമ്പരാഗത ഗ്രാമങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിലൂടെയും പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അനുഭവിക്കാൻ കഴിയും. അഗളി, ഷോളയൂർ പ്രദേശങ്ങളാണ് ആദിവാസി ജനതയുടെ കേന്ദ്രബിന്ദു. അവരുടെ ദൈനംദിന ജീവിതത്തിലേക്കും ആചാരങ്ങളിലേക്കും ഒരു നേർക്കാഴ്ച കൂടി നൽകുകയാണ് അട്ടപ്പാടിയിലൂടെയുള്ള ഓരോ യാത്രകളും. അട്ടപ്പാടിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളായ അട്ടപ്പാടി ട്രൈബൽ മ്യൂസിയം, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ഭവാനി നദിയിലെ അണക്കെട്ട്, മല്ലേശ്വരം കൊടുമുടി, കോട്ടത്തറ ഗ്രാമം, മയിലാടുംപാറ ബൊട്ടാണിക്കൽ ഗാർഡൻ, അഗളി കുന്നുകൾ, പോത്തുണ്ടി അണക്കെട്ട്, ചേളന്നൂർ മയിൽ സങ്കേതം എന്നീ കേന്ദ്രങ്ങളെല്ലാം അട്ടപ്പാടി സീരീസിലെ വരും എപ്പിസോഡുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടെ ആദിവാസി ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കും നമുക്ക് ക്യാമറ തിരിക്കേണ്ടതുണ്ട്. നിരവധി ഹെയർപിൻ വളവുകളുള്ള കാട്ടുപാതയിലൂടെയുള്ള ചുരം കയറുമ്പോൾ അതിമനോഹരമായ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കാണാൻ കഴിയും. മഴക്കാലത്ത് സജീവമാകുന്ന ഇത്തരം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അട്ടപ്പാടിയിലേക്കുള്ള പാതയിൽ നമുക്ക് കാണാൻ കഴിയും. ഉയരത്തിൽ നിന്നും പാറകളിലൂടെ താഴേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഭംഗി എത്ര സമയം നോക്കി നിന്നാലും മതിവരാത്തതാണ്. ക്യാമറ പിൻവലിക്കാൻ തോന്നാത്ത അത്രയും മനോഹരമായ ഫ്രെയിം. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം ഒരുപാടൊക്കെ സമ്മാനിക്കും എന്നുറപ്പാണ്. കാണാൻ ഒത്തിരി ഭംഗിയുണ്ടായിരിക്കാം. പക്ഷേ ഇവിടം സന്ദർശിക്കുന്നവർ ഒരിക്കലും ഈ വഴുക്കലുള്ള പാറകളിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കരുത്. വെള്ളമൊഴുകി നിറയെ പായൽ പിടിച്ച് അത്യന്തം അപകടം നിറഞ്ഞ അവസ്ഥയിലാണ് എല്ലാ പാറകളും. എന്നതുകൊണ്ട് തന്നെ അപകടം മാടി വിളിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
കുറച്ചുകൂടി ചുരം കയറുമ്പോൾ നമുക്ക് അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ കഴിയും. വൈകുന്നേരമാകുന്നതോടെ കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഈ പ്രദേശം ഇവിടം വരുന്നവരെല്ലാം വാഹനം നിർത്തി അല്പനേരം ചിലവഴിക്കുന്ന ഇടമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ ശാന്തരായി കാണപ്പെടുന്ന കുരങ്ങുകൾ വാഹനങ്ങളുടെ ഡോർ തുറന്നിട്ടാലോ ബൈക്കുകളിൽ വെച്ചു പോകുന്ന എന്ത് സാധനമായാലും എടുത്തുകൊണ്ട് പോയെന്ന് വരും. എന്നാൽ ആളുകളെ ആരെയും ഉപദ്രവിക്കാതെ നല്ല പെരുമാറ്റം കാണിക്കുന്നുമുണ്ട്. ഈ ഹെയർപിൻ വളവിൽ വലിയ വാഹനങ്ങൾ കയറിപ്പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. റീൽസുകളിലും മറ്റും ഇവിടുത്തെ നിരവധി വീഡിയോസുകൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. മനോഹരവും അട്ടപ്പാടിയുടെ തനിമ വിളിച്ചോതുന്നതുമായ നിരവധി ചിത്രങ്ങളാൽ സമ്പന്നമാണ് ഈ ചുവരുകൾ. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ടാൽ കുടിക്കാനും കുളിക്കാനും തോന്നുന്ന ഇത്തരം അരുവികളിലെ വെള്ളത്തിൽ അട്ടകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കുടിക്കാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്.
എൻ്റെ പേര് ഷിസ. ഞാൻ മണ്ണാർക്കാട്ട് നിന്നാണ് വരുന്നത്. അട്ടപ്പാടി നല്ലൊരു സ്ഥലമാണ്, എല്ലാവരും വരണം. പിന്നെ ഇവിടെ വന്ന ഫുഡ് വേസ്റ്റും ഒന്നും ഇടരുത്. പിന്നെ മഴക്കാലത്ത് വന്ന അടിപൊളിയാണ്, വെള്ളച്ചാട്ടം എന്തൊക്കെ ഉണ്ടാവും. നല്ല അടിപൊളി സ്ഥലമാണ്, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്നാണ് വരുന്നത്. ഫാമിലിയോടൊക്കെ വന്നതാണ്. അട്ടപ്പാടിയിൽ വന്നതാണ്. അട്ടപ്പാടിയിൽ വന്നു, കോട്ടത്തറ പോയി, ഒമ്മല പോയി, ആറര പോയി, എല്ലാ സ്ഥലത്തും പോയി. ഇപ്പോൾ പത്തമ്പളയിൽ വന്നു, ഐസ്ക്രീമൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. കുരങ്ങന്മാർ വന്നിട്ടുണ്ട്. കുട്ടിയുടെ കയ്യിൽ നിന്ന് കുരങ്ങൻ ഒരു ഐസ്ക്രീമും എല്ലാം വാങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇവിടെ ഇടരുത്. അതിന് ഇവിടെ ബോക്സ് ഉണ്ട്, പ്രത്യേകമായിട്ട് ബോക്സ് വെച്ചിട്ടുണ്ട്. ബോക്സിൽ ഇടുക. ഓക്കെ, എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ഫോളോ ചെയ്ത് വരിക. അപ്പോൾ കൂടെ അമീറുണ്ട് ഈ യാത്രയിൽ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അമീറാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമീറിനോട് നമുക്ക് ചോദിച്ചോക്കെ എന്താണ് അട്ടപ്പാടിയെ കുറിച്ചിട്ട് അമീറിന് പറയാനുള്ളത്? അമീർ എന്ത് ഫീൽ ചെയ്യുന്നു അട്ടപ്പാടിയെ കുറിച്ചിട്ട്? പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും അടിപൊളി സ്ഥലം. വൈകുന്നേരങ്ങളിൽ വന്നിട്ട് കയറാൻ പറ്റിയ, ഈ ചുരം കയറാൻ പറ്റിയ അടിപൊളി സ്ഥലം. പിന്നെ മഴക്കാലത്ത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. മഴക്കാലത്താണ് ഏറ്റവും അട്ടപ്പാടിക്ക് വരാൻ പറ്റിയത്. അട്ടപ്പാടി ഉഷാറ്, വന്നിട്ട് എല്ലാവരും കാണാം. അതിനുള്ള അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അട്ടപ്പാടിയുടെ ആദ്യ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ കുറച്ച് സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, കാരണം കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ അട്ടപ്പാടിയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നുള്ള വാക്ക് തരാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യുന്നു. ഞാൻ ബഷീർ മൂർക്കന. ബൈ.